എല്ലാവർക്കും ജിനോസ് ടെക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് BYDയുടെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള സീലാണ്. സീൽ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കൂടാതെ പെർഫോമൻസ് അതുപോലെ തന്നെ ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് രണ്ട് വേരിയൻ്റ് കൂടി സീൽ എന്ന് പറയുന്ന വാഹനത്തിനുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തിനടുത്ത് പാറയമ്പാടത്തുള്ള മോട്ടോ കണക്റ്റാണ്. അവരൊരു മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് നടത്തുന്നത്. ഏകദേശം 11ഓളം ബ്രാൻഡുകളിലെ കാറുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ ബ്രാൻഡുകളാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുക്കാം. കാറുകളുടെ ഡീറ്റെയിൽസും അതുപോലെ സെയിൽസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മോട്ടോ കണക്റ്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം. വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞേക്കാൻ മുന്നേ വാഹനത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചാലോ. BYD എന്ന് പറയുന്ന ഒരു കാർ ബ്രാൻഡ് ഇന്ത്യയിൽ എത്തിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അധികം വണ്ടികളും ഇവർക്കില്ല. എന്നാലും ഇറക്കുന്ന ഓരോ വണ്ടികളും വളരെ യൂണിക്കായിട്ടുള്ള ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് വരാറുള്ളത്. അതുപോലെ യൂണിക് ഫീച്ചേഴ്സുള്ള ഒരു വാഹനമാണ് BYDയുടെ സീൽ എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ വാഹനമല്ല, ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇതിൻ്റെ റേഞ്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. ഏകദേശം 650 കിലോമീറ്റർ റേഞ്ചാണ് ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഓവറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ലൈറ്റ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിപ്പ് നോക്കുകയാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ പക്കയാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. DRL ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റിംഗ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ലിപ്പ് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. EV ആയതുകൊണ്ട് തന്നെ ഗ്രില്ല് വന്നിട്ടില്ല. BYDയുടെ ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ബോണറ്റാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. താഴോട്ടേക്കൊക്കെ വരുമ്പോഴേക്കും വളരെ ലോ ആയിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ ഓവറോൾ ഫ്രണ്ട് എന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ബട്ട് വളരെ അട്രാക്റ്റീവാണ്. BYDയുടെ സീൽ എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഡാനാണ്. സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡ് ലുക്കാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതിൻ്റെ 19 ഇഞ്ച് വീൽസ് തന്നെയാണ്. ആ വീൽസിൽ വന്നിരിക്കുന്ന അലോയ് വീൽസ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല എയറോ ഡൈനാമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീല് കൂടിയാണ് ഇത്. ഈ ഒരു വേരിയൻറ്റിൻ്റെ 4 ഡിസ്ക് ബ്രേക്കുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, ഫ്ലാറ്റ് ആയിട്ട് ഉള്ളിലാണ് ഇരിക്കുന്നത്. നമുക്ക് കീ ഇവിടെ പ്രസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് ഇവിടെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ് വിൻഡോ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വിൻഡോ ഒക്കെ ഇവിടെ തന്നെ ആ ഒരു ബ്ലാക്ക് ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു ഡ്രോപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിററാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് BYDയുടെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരോട് കൂടിയിട്ട് ചെറിയൊരു സ്ട്രിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ നമുക്കൊരു ചെറിയൊരു സ്ട്രിപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ അവസാനമായിട്ട് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വിൻഡോൻ്റെ ലാസ്റ്റിലായിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ എയറോ ഡൈനാമിക്സിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വണ്ടിയുടെ ആ ഒരു റിജിഡ്നെസ് കൂട്ടാനായിട്ട് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വണ്ടിയുടെ പുറകുന്നുള്ള ഡിസൈൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഇവിടെ ഒരു റിയർ ലൈറ്റ് ഇവിടെ നോട്ടിട്ട് ഒരു കണക്ഷൻ ലൈൻ ഇവിടെ കാണാം അപ്പുറത്തെ റിയർ ലൈറ്റിലേക്ക്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ പ്രസ്സിലാണ് നമ്മുടെ ഡിക്കി ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 350 ലിറ്റേഴ്സിന് എബോ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ എന്താ പറയുക, ഇവിടെ ചെറിയ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട്. നല്ല അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സെഡാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡോർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു റിയർ ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. BYDയുടെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ BYD സീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റിലുള്ള ആ ഒരു എയർ ഡാം എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് BYD വാഹനത്തിന് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് എന്നുള്ള ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാഹനത്തിൻ്റെ ഫ്രണ്ട് റിയർ സൈഡ് പ്രൊഫൈൽ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു ഡിസൈനാണ് ഇതിൻ്റെ ടോപ്പ് സൈഡ് എന്ന് പറയുന്നത്. ടോപ്പ് സൈഡിൽ ഏകദേശം ഫ്രണ്ട് ഗ്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പുറകിലെ റിയർ ഗ്ലാസ് വരെ തന്നെ ഒരു ഗ്ലാസ് ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ വാഹനത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചെറിയൊരു ടിൻറ്റ് ടോണിലുള്ള ഒരു ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സൺറൂഫ് വരുന്നില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൺറൂഫിൻ്റെ ആ ഒരു ആവശ്യം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഒരു സാധാരണ കാറുകളിൽ കാണാത്ത രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഒരു ഗ്ലാസ് ടോപ്പാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് BYDയുടെ സീൽ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ
പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻറ്റിലാണ്. സോ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി ഒരു ലെതർ ഫിനിഷ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചില സെൻസേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ അതുപോലെ ഒരു എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡൈൻ ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഓഡിയോ സിസ്റ്റത്തിൻ്റെ. അതുപോലെ തന്നെ ഒരു ടീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യുന്ന പവർ വിൻഡോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്തെ മിറർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും എല്ലാ സെറ്റിങ്സുകളും ഇവിടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു കീ നമുക്കിവിടെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കുള്ളത്. ഇവിടെയൊക്കെ ആ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ലെതർ പോലത്തെ, ലെതർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി റഫായിട്ടുള്ള ഒരു ടെക്സ്റ്റേഴ്സുള്ളൊരു ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റിയറിംഗ് സെഗ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഓഡിയോ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള, ഓഡിയോ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു പാർക്ക് അസിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സെറ്റപ്പുകളും ക്രൂസ് കൺട്രോൾ സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ച് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. 360 ഡിഗ്രി ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഡോർ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലെതർ ഫിനിഷിനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബോട്ടം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണുള്ളത്. പിന്നെ ഈ രണ്ട് സൈഡിലെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ സ്റ്റിയറിംഗുകളിൽ ഈ ഒരു താഴോട്ടേക്കാണ് ഈ ഒരു ഡിസൈൻ വന്നിരുന്നത്. എന്നാൽ ഇതൊരു മുകളിലേക്ക് ആയിട്ടുള്ള പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ BYDയുടെ ഒരു നല്ലൊരു ലോഗോ നമുക്കിവിടെ സെൻറ്ററിൽ കാണാൻ സാധിക്കും. ഒരു എയർ ബാഗിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ് കൺട്രോൾസ്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൈപ്പർ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഫീലാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് തരുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു LED സ്ക്രീൻ ഇവിടെ ജസ്റ്റ് മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലുക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആ ഒരു ലെതർ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി മീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ തന്നെ എത്ര റേഞ്ച് ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു വണ്ടി നമുക്കറിയാം ഏകദേശം 650 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. ഈ ഒരു പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് സീൽ എന്ന് പറയുന്ന വാഹനത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഡൈനാമിക് അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വേരിയൻസ് കൂടി ഉണ്ട്. അതിൽ പെർഫോമൻസ് എന്ന് പറയുന്ന വേരിയൻറ്റ് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ ബാറ്ററി ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ഈ വാഹനങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് മീറ്ററും കാര്യങ്ങളും ഇവിടെ നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മോഡൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വിസിബിളായിട്ട് വരും. പിന്നെ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളും ബാക്കി എല്ലാ ഡിസ്പ്ലേയിൽ നമുക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും. നമുക്കിതിൻ്റെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇതുപോലെ വെക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ ട്വിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ആ ഓറിയൻറ്റേഷൻ ചേഞ്ചായി എല്ലാ വ്യൂസും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലെ വ്യൂസ് തന്നെ ഓരോന്നും നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്കിവിടെ വിസിബിളാണ്. അത്ര സെറ്റിങ്സുകളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് കുറച്ച് മ്യൂസിക് സെറ്റപ്പുകളാണ്. നമുക്ക് സ്പോട്ടിഫൈ അതുപോലെ തന്നെ റേഡിയോ ഫോണൊക്കെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് AC കൺട്രോൾസ് വരുന്നത്. AC ടെമ്പറേച്ചർ, AC പൊസിഷൻ, AC ഫാൻ, അതുപോലെ തന്നെ വീണ്ടും പൊസിഷൻ, ഇത് റീസർക്കുലേഷനാണ്, പൊസിഷൻ, ടെമ്പറേച്ചർ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളും ഉണ്ട്. നമുക്ക് ആക്ച്വലി ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുമായി സംബന്ധിച്ച എല്ലാ സെറ്റിങ്സുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഓഡിയോ, ഡിസ്പ്ലേ, പിന്നെ ഒരുപാട് സെറ്റിങ്സുകൾ കൂടി ഉണ്ട്. പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഡ്രൈവിംഗ് അസിസ്റ്റൻറ്റ്, ആക്റ്റീവ് സേഫ്റ്റി, പാർക്കിംഗ് അസിസ്റ്റൻറ്റ് എന്നൊക്കെ പറയുന്ന ലേറ്റസ്റ്റ് സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ബാറ്ററി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റീജനറേഷൻ നമുക്ക് സ്റ്റാൻഡേർഡിൽ ഇടാൻ സാധിക്കും, അതുപോലെ തന്നെ ഹൈലിടാൻ പറ്റും. ഹൈലിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ച് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ചാർജ് ചെയ്യുന്ന ആ ഒരു സംഭവം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റേഞ്ച് നമുക്ക് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ഡൈനാമിക്കും ഇടാനായിട്ട് സാധിക്കും. പിന്നെ ചാർജിങ് സെറ്റിങ്സുകളോട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൺസംഷൻ കർവ് എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറേ സെറ്റിങ്സുകൾ, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റ്, ആംബിയൻ ലൈറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ ഹുഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, എക്സ്റ്റീരിയർ ഗ്രീറ്റിംഗ്സ്, AC സീറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് സെറ്റിങ്സുകളോട് കാണാൻ സാധിക്കും. അതുപോലെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, മെയിൻ്റനൻസ് സൈക്കിൾസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇത്രയാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുന്ന സെറ്റിങ്സുകൾ എന്ന് പറയുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴെ തന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ് ഒരു
പൊസിഷൻ കൊടുത്ത് 2 ഫോൺ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ ലിവർ എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം. ഇത് നമുക്ക് ഡ്രൈവിലേക്ക് താഴോട്ടും സെൻട്രലിലും ന്യൂട്രലും മുകളിലേക്ക് ഇട്ട് റിവേഴ്സായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സ്വിച്ച് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്കിംഗ് ഓക്കെയാണ്. അതുപോലെ തന്നെ ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വോളിയം കൺട്രോൾസ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ടേൺ ഓഫ് ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു AC കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ AC ഓൺ ഓഫ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഫാൻ ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ AC കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്തിടാവുന്നതാണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് റൈഡിംഗ് മോഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നോർമൽ, എക്കോ, സ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് 3 മോഡുകളാണ് നമുക്ക് നോർമലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വാർണിംഗ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെറ്റപ്പിൻ്റെ താഴെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ശല്യം ചെയ്യാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവിടെ വെച്ച് ഹൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ചെറിയൊരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. ഇവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിനൊക്കെ നമുക്കൊരു ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് വെന്റിലേറ്റഡ് ആണ്, നല്ല പ്രീമിയം ക്വാളിറ്റി സീറ്റാണ് നമുക്ക് ഇവിടെ വരുന്നത്. മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഞാനൊന്നും സോങ് ഒന്നും പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല, നമുക്ക് കോപ്പി റൈറ്റിന് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ലെഗ് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് തരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സീറ്റ് കുറച്ച് പുറകിലോട്ട് പോകും, നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് കയറിയിട്ട് വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയാണ് ആ ഒരു സീറ്റ് പഴയ പൊസിഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു സെറ്റിംഗ്സ് ഒക്കെ ഈ ഒരു സംഭവത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സിൽ പറയാനുള്ളത്. ഒരു ടോപ്പ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് ആണ് വരുന്നത്. ഒരു പെനോരമിക് ഗ്ലാസ് എന്ന് പറയേണ്ട ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് വരുന്നത്. അതിൽ ചെറിയൊരു ടിൻഡഡ് ആയിട്ടുള്ളൊരു ലൈറ്റാണ് നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് വരിക. സോ വണ്ടിയുടെ അകത്ത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും. നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് എയർ പ്യൂരിഫിക്കേഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ അത്യാവശ്യം വിസിബിൾ ആണ്. ഇതൊരു പക്ഷേ ആ ഒരു എയർ പ്യൂരിഫിക്കേഷൻ എന്തെങ്കിലും സെറ്റിംഗ്സ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള വ്യൂ ആണ് പുറത്തേക്ക് ഇടുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ നമ്മുടെ വണ്ടിയുള്ളത്തെ വിശേഷങ്ങൾ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അവിടെ ആ ഒരു സെൻറ്ററിൽ നമുക്ക് ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അതൊരു EV ആണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സീറ്റിംഗ് കംഫർട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു സേഫർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റുകളൊക്കെയാണ് വരുന്നത്. ലെതർ സീറ്റുകളാണ് വരുന്നത്. മാത്രമല്ല സീറ്റ് വെന്റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എത്ര ലോങ് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കും. നമുക്ക് സീറ്റിലിരുന്നുകൊണ്ടുള്ള ആ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. മാത്രമല്ല സീറ്റ് ഡിസൈനും മൊത്തത്തിലൊരു ന്യൂ ആയിട്ടുള്ള ഒരു സ്പോർട്ട് കാർ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ചെറിയൊരു ഹൈറ്റിലേക്ക് കയറ്റാൻ നോക്കുകയാണ്. നമുക്കറിയാം BYDയുടെ സീലിന് 145 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. ഒരു സെഡാനെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈറ്റ് കയറ്റാൻ നോക്കിയപ്പോൾ ജസ്റ്റ് കയറിപ്പോയി. പക്ഷേ ഇറ്റ് വാസ് സോ ക്ലോസ്. ഒന്നും കൂടി ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അടി തട്ടിയേനെ. ഇതിൻ്റെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റോഡ് കണ്ടീഷനിൽ മാക്സിമം ഓടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇതൊരു SUV അല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് കയറിയാണ് നന്നായിരിക്കും. ഒരുപാട് സെഡാൻ കാറുകൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു സെഡാൻ കാർ ഓടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് BYD സീലിനുള്ളത്. ഈ ഒരു സ്റ്റിയറിങ്ങും സീറ്റും തമ്മിലുള്ള ആ ഒരു കോമ്പാക്ട്നെസ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വണ്ടിയുടെ അകത്ത് വളരെ സേഫ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. വണ്ടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ വണ്ടി മൊത്തത്തിലൊരു സ്റ്റിഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം റഫായിട്ടുള്ള റോട്ടിൽ കൂടെ ഓടിക്കുമ്പോഴും എനിക്ക് സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് വളരെ നന്നായിട്ട് തോന്നി. സസ്പെൻഷന് ഞാൻ 100ൽ ഏകദേശം ഒരു 99 മാർക്ക് കൊടുക്കും. കാരണം അത്രയ്ക്കും അടിപൊളി സസ്പെൻഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഈ ഒരു BYD സീൽ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് തവണ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് തോന്നും. കാരണം അത്രയധികം നമ്മളതിനെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് BYD സീൽ എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം വാഹനം നമുക്ക് തരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ അകത്ത് നടക്കുന്ന റീജനറേഷൻ്റെ ഒരു ആനിമേഷനാണ്. എന്താണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ ആക്സിലറേറ്റർ കൊടുത്തതിന് ശേഷം ആക്സിലറേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്കിംഗ് എഫക്റ്റ് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് ഒരു ഡൈനാമോ ഉപയോഗിച്ച് ബാറ്ററിനെ റിവേഴ്സ് ചാർജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. അതാണ് സത്യം.
നോർമൽ റോഡിൽ ഓടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഓഫ് റോഡിംഗ് ആണ് ട്രൈ ചെയ്തത്. ഇവിടെയും വണ്ടി നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറവായതുകൊണ്ട് തന്നെ ചില പരിചയമില്ലാത്ത റോഡുകളാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ മറ്റോ തട്ടിക്കഴിഞ്ഞാൽ ബാറ്ററിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വണ്ടിയുടെ ടോപ്പ് സൈഡ് ഇതുപോലെ ഗ്ലാസ് വെച്ചുണ്ടാക്കാൻ കമ്പനി കാണിച്ച കോൺഫിഡൻസ് എന്നെ ഞെട്ടിച്ചു. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സൺറൂഫിനൊന്നും ഈ ഒരു ഫീല് തരാൻ പറ്റില്ല. വണ്ടിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചയും നമുക്ക് എൻജോയ് ചെയ്യാം. മാത്രമല്ല വണ്ടിയുടെ അകത്ത് ഭയങ്കര വൈബാണ്. എന്തോ ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ആ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതെനിക്ക് BYD സീലിൽ എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് തോന്നി. സോ BYD സീലിൻ്റെ പ്രീമിയം ശരിക്കും ഒരു പ്രീമിയം വാഹനം തന്നെയാണ്. ഉള്ളിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി പ്രീമിയം. ഇനി വണ്ടി ഓടിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ്. നല്ല വ്യൂ ആണ്, ഫ്രണ്ടിലേക്ക് നല്ല വൈഡറായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട്. നല്ല കമാൻഡിങ് പൊസിഷനിലാണ്. ഈ ഒരു സെഡാനിൽ ഇങ്ങനെ ഒരു കമാൻഡിങ് പൊസിഷൻ കിട്ടുന്ന വാഹനങ്ങൾ വളരെ കുറവായിരിക്കും. സോ നല്ല ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് വളരെ അടിപൊളിയായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. 360 ക്യാമറ ഒരുപാട് വാഹനങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും BYD സീലിൻ്റെ 360 ഡിഗ്രി ക്യാമറ വേറെ ലെവലാണ്. അത്രയും വിസിബിലിറ്റിയാണ്. മാത്രമല്ല ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ സെൻസേഴ്സ് വഴി നമ്മുടെ വണ്ടിയുടെ അടുത്ത് കൂടെ വേറെ ഏതെങ്കിലും വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ വാർണിംഗ് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചില IC എഞ്ചിൻ കാർ പ്രേമികൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്നിരുന്നാലും അത് പറയാതെ വയ്യ. ഈ ഒരു വാഹനം നമ്മൾ ഒരിക്കലും ഓടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് തവണ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് നമ്മുടെ മനസ്സ് പറയും. കാരണം അത്രയ്ക്കധികം പ്രാക്ടിക്കാലിറ്റി ഉള്ള ഒരു വാഹനമാണ്. മാത്രമല്ല അത്രയ്ക്കധികം പെർഫോമൻസ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. നമ്മൾ ഒരു കോടിക്ക് താഴെ ഒരു പ്രീമിയം കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനം എടുക്കാവുന്നതാണ്. ഈ ഒരു വാഹനത്തിൽ 3 വേരിയൻസ് ആണ് വരുന്നത്. ഡൈനാമിക്, പെർഫോമൻസ്, അതുപോലെ തന്നെ പ്രീമിയം. ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു വാഹനം തരുന്ന ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ 1 കോടി രൂപയ്ക്കുള്ള വാഹനവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മളൊരു പ്രീമിയം IC എഞ്ചിൻ കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ പെട്രോൾ എക്സ്പെൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാൽ ഇതൊരു EV ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാസത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരില്ല. കാരണം ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 650 കിലോമീറ്റർ വരെ ഈ ഒരു വാഹനത്തിന് ഓടാൻ സാധിക്കും. അത്രയ്ക്കധികം വലിയ കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പം നമ്മൾ 50 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം വാങ്ങിച്ചിട്ട് ഇനി ബാറ്ററി പാക്ക് മൊത്തം മാറ്റണമെങ്കിൽ പോലും മറ്റൊരു 50 ലക്ഷം കൂടി ചിലവാക്കിയാൽ പോലും അത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വണ്ടി പ്രീമിയം കാറുകൾക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഒരു EV ഓടിച്ച ആളാണെങ്കിൽ പിന്നീട് IC എഞ്ചിൻ കാർ ഓടിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. കാരണം അത്രയധികം പവർ വാരിക്കോരി തരുന്ന രീതിയിലുള്ള മോട്ടോഴ്സാണ് ഈ ഒരു വാഹനങ്ങളിൽ വരുന്നത്. ഇനി BYD എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കാർ മേക്കേഴ്സിന് വലിയ ഒരു വെല്ലുവിളി ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.